സുല്ലം അറബി കോളേജിൽ PG പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ നടത്തുന്ന മജ്ലിസുകൾ, അതായത് പ്രഭാഷണം അങ്ങനത്തെ ഒന്നല്ല, അതിനൊക്കെ പ്രത്യേകം പ്രഭാഷണം ഇൽമു പറഞ്ഞു കൊടുക്കൽ അതിന് കൂലി കിട്ടും. പക്ഷേ ഈ ബുർദ മജ്ലിസ്, മദ്ഹിൻ്റെ മജ്ലിസ്, അത് പ്രത്യേക സമയത്ത് സംഘടിപ്പിക്കുക, അതിന് പ്രതിഫലം കാക്ഷിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെതായ മറുപടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ചോദിച്ചത് ഇങ്ങനെയാണ്, അതിന് പ്രത്യേകമായിട്ട് ഹദീസ് ഉണ്ടോ എന്ന ചോദ്യമാണ് വന്നത്. അപ്പോൾ എൻ്റെ മറുപടികൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് വേണ്ടത് അങ്ങനല്ല, പ്രത്യേകമായിട്ട് അതിന് പ്രതിഫലം. ഇപ്പൊ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദ്ഹ് ചൊല്ലിയ കഥ നമ്മൾ പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, മദ്ഹിലെ നല്ല കാര്യമില്ലേ ഖൈറിലൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്ക് വേണ്ടത് ഓരോ ഇബാദത്തിനും പ്രത്യേകമായിട്ട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പ്രതിഫലം മദ്ഹ് ചൊല്ലുന്നതിന് അല്ലെങ്കിൽ മദ്ഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് അങ്ങനെയൊന്നും പ്രത്യേക പ്രതിഫലമില്ല, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി. സുല്ലമുസ്സലാമിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചോദ്യമാണ്. മാലകൾ, മൗലിദുകളൊക്കെ നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രത്യേകമായ ഹദീസുകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് അല്ലെങ്കിൽ ചോദ്യകർത്താവിനോട് ടീച്ചർ പറഞ്ഞ സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ഇബാദത്തുകൾ 2 ഇനമാണ് മിനിമം. ഒന്ന്, അതിൻ്റെ ഈ അടിസ്ഥാനപരമായ ഈ വിവരക്കുറവ് കൊണ്ടാണ് സർവ്വ മുജാഹിദുകൾക്കും അബദ്ധം പറ്റുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ഒരിക്കലും വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണം, വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ 2 രൂപത്തിലാണ്. 2 രൂപമെന്ന് പറഞ്ഞാൽ, ഒന്ന് വ്യക്തവും കൃത്യവുമായ രൂപത്തിൽ അള്ളാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു, അങ്ങനെയുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 വഖ്ത് നിസ്കാരം, അത് 5 വഖ്ത് നിസ്കാരം 5 സമയങ്ങളിൽ നിർവഹിക്കണം. അതിന് ഓരോന്നിനും കൃത്യമായ ഇന്ന റക്അത്തുകളുണ്ട്, ഇന്ന സമയമുണ്ട് എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് പിന്നെ ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒന്നും പറ്റൂല, അതങ്ങനെ തന്നെ ചെയ്യണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ പുണ്യങ്ങളും പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും വിശദീകരിച്ചു കൊടുത്തിട്ടും ഉണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2ാമത്തെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ പുണ്യങ്ങളിൽ 2ാമത്തെ ഇനം, അത് കൃത്യമായ അതിൻ്റെ രൂപം, ഭാവം, ശൈലി ഇന്ന രൂപത്തിലെ ചെയ്യാവൂ എന്ന് അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ് 2ാമത്തെ ഇനം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? ഇന്ന രൂപത്തിലെ അത് ചെയ്യാവൂ എന്നില്ല, പക്ഷെ അത് ചെയ്തോളൂ, അത് വലിയ പുണ്യമുള്ളതാണ്, ചെയ്യണം. റസൂലുള്ളാഹി തങ്ങളുടെ ആഹ്വാനമുണ്ട്, ഖുർആനിന്റെ ആഹ്വാനമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും റസൂലും സ്വലാത്ത് ചെയ്യുന്നു, അതുകൊണ്ട് മുഅ്മിനുകളെ നിങ്ങളും ആ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം, ചെയ്യണം, അല്ലേ? ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് എങ്ങനെ ഇന്ന രൂപത്തിലേ പറ്റുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും തിരിയുന്ന ലളിതമായ വിഷയമാണ്. പക്ഷെ ഇതറിയാഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ സ്വലാത്തും സലാമും ചെയ്യണം, ചൊല്ലണം. അത് എത്ര രൂപത്തിൽ, എത്ര എണ്ണം, എത്ര സ്ഥലത്ത്, ഏത് സമയത്ത്, എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതെന്തു ചെയ്യാം? ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും ചെയ്യാം. അപ്പൊ ഒരു കൂട്ടര് വെള്ളിയാഴ്ച രാവിലെ നമ്മളെ പള്ളിയിൽ കൂടി, പള്ളിയിൽ ഇരുന്നിട്ട് അവർ നമുക്കൊരു 101 സ്വലാത്ത് ചെല്ലിയ റസൂലുള്ളാഹിന്റെ പേരിൽ ആയിക്കോട്ടെ, 101 സ്വലാത്ത് ചെല്ലി ഇശാ മഗ്രിബിന് ഇടയിലാണ് അവർ ചെല്ലിയത്. അപ്പോഴേക്ക് ആ ചോദ്യത്തിന്റെ കുന്തവുമായി അടുത്ത് വരണ്ട. വെള്ളിയാഴ്ച രാവിലെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇന്നോടത്തെ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ 101 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ട. അത് മഹാമണ്ടത്തരമായ ചോദ്യമാണ്. എന്തുകൊണ്ട്?
അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ്. റസൂലുള്ള പറഞ്ഞു, മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സ്വലാത്ത് ചെയ്യുമെന്ന് ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചതാ, പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതാ. അപ്പൊ നമ്മള് ആ നാട്ടിലുള്ള അരീക്കോടുള്ള നമ്മുടെ പള്ളിയിൽ വെച്ച് 101 സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി. അപ്പൊ കാവന്നൂരിലുള്ള നമ്മുടെ പള്ളിയിൽ ആളുകൾ ഇത് അറിഞ്ഞപ്പോൾ ഓർക്കൊരു കമ്പം കൂടി, നല്ലൊരു കർമ്മമാണല്ലോ ഒരു സ്വലാത്ത് ചെല്ലാന്ന് പറഞ്ഞു, നല്ലൊരു ആശയമാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച രാവിലെ ആയിക്കോട്ടെ എന്ന് കരുതി കാവന്നൂര് പള്ളിയിൽ KC ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ എല്ലാവരും ആള് കൂടി ഒരു തിങ്കളാഴ്ച രാവിലെ ചൊല്ലി. നമുക്കെല്ലാവർക്കും സൗകര്യപ്പെടാം ഇശാഇന്റെ ശേഷം, എന്നാൽ എല്ലാവരും ഇശാഇന്റെ ശേഷം ഒരുമിച്ച് കൂടുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 313 സ്വലാത്ത് ആയിക്കോട്ടെ. ഒരു തീരുമാനിച്ചു, 313 സ്വലാത്ത് എല്ലാം തുടങ്ങി. ഒരു ശരീരത്തിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോഴേക്ക് വരണ്ട, അല്ല തിങ്കളാഴ്ച രാവിലെ ഇശാഇന്റെ ശേഷം 313 സ്വലാത്ത് ചെല്ലാമെന്നതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ, റസൂലുണ്ടോ, സഹാബത്ത് സിദ്ദീഖുലൊക്കെ പറഞ്ഞു. ചോദ്യങ്ങൾ അങ്ങനെ അറശുമ മുട്ടുന്ന ചോദ്യമാണ് ഓരോരുത്തരും ചോദിക്കാറുള്ളത്. ഇതൊക്കെ ഒരു ജാതി മണ്ടത്തരമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലും പരിശുദ്ധ ഖുർആനും ഒരു കാര്യം നമ്മളോട് ഈ നേരത്തെ ഞാൻ പറഞ്ഞ 1-ാം വകുപ്പിൽ പെട്ടതല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോ ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും നമുക്കാവാം. അപ്പൊ നമ്മള് ചില സ്ഥലത്ത് നമ്മൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിലാവും, വേറെ സ്ഥലത്ത് അസറിന്റെ ശേഷവും, വേറെ സ്ഥലത്ത് സുബഹിന്റെ ശേഷവും, പലയിടത്തും പല ദിവസവും പല എണ്ണമാകും. ഒരു കൂട്ടർ 1001 ആയിക്കോട്ടെ. അപ്പോഴേക്ക് റസൂൽ 1001 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ ഇരുന്നിട്ട് ഇത് ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്തു കൊള്ളണം എന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് നിങ്ങൾ സ്വലാത്തു ചെല്ലണം. ഖുർആന്റെ ആഹ്വാനമാണ് നിങ്ങൾ സ്വലാത്തു ചെല്ലണം എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആനും നമ്മളോട് പഠിപ്പിച്ച കാര്യം ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും നമുക്ക് ചെയ്യാം. അതിൽ പെട്ടതാണ് നിങ്ങൾ ചോദിച്ച ഈ മാലയും മൗലിദും ഒക്കെ. അത് ചെയ്യുന്നതിന് പ്രത്യേക ആഹ്വാനുണ്ടോ? ഇന്ന ആളുടെ ഇന്ന മാല ചെല്ലണം എന്നൊരായത്തും ഹദീസും ഉണ്ടാവൂല. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഉദ്കുറൂ മഹാസിന മൗതാക്കും. ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉദ്കുറൂ മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ എടുത്തു പറയണമേ, നിങ്ങൾ അത് പറയണമേ എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആഹ്വാനം ചെയ്യാണ്, നമ്മളോട് കൽപ്പിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അപ്പോ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഗുണഗണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ടതാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വം. അതാണ് നമ്മൾ മുഹയ്യദ്ദീമാല ചെല്ലുന്നത്, അല്ലേ? എന്ത് നിലവേറും ഈശ തൊഴുതോരുവാലെ 40 സുബ്ഹി തൊഴുതോവർ. മഹാനായ ഔദുൽ ശൈഖ് ജീലാനി ഇശാ നിസ്കരിച്ച ഉളൂ കൊണ്ട് അത് മുറിയാതെ ഇബാദത്തിലും ദിക്റിലും ഫിക്റിലുമായി സുബ്ഹി നിസ്കരിക്കുന്നു. 40 കൊല്ലം ഈ ചര്യ തുടരുന്നു എന്നാണ് മാലയിൽ പറയുന്ന ഒരു വരി. ഇങ്ങനെ മഹാനവർകളുടെ മഹത്വം ഇങ്ങനെ പറയുകയാണ്. ഇതന്നെയാണ് റിഫായി മാലയിലുള്ളത്, ഇത് തന്നെയാണ് ബുർദയിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് അതിന് പറയുന്നത്. അപ്പൊ എന്താ അതിന് പ്രത്യേകം മഹത്വം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മഹത്വം പറഞ്ഞിട്ടില്ല. പ്രത്യേകം മഹത്വം പറയാത്തത് കൊണ്ട് നമ്മളതിന് മഹത്വം ഉണ്ടെന്ന് പറയുന്നുമില്ല. അതാണ് നമ്മുടെ വിഷയം. നമ്മൾ അങ്ങനെ പ്രത്യേകം മഹത്വം പറയാത്തത് കൊണ്ട് അങ്ങനെ മഹത്വം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. മുഹയ്യദ്ദീമാല ഒരു തവണ കളിച്ചില്ല, 1000 കൂലി നമ്മൾ പറയുന്നുണ്ടോ? പറയണില്ല. അവിടെയാണ് നമ്മുടെ വിഷയം. സഹോദരന്മാരെ, അതേ അവസ്ഥയിൽ മുഹയ്യദ്ദീമാല ചൊല്ലിയാൽ നമ്മുടെ ഈമാൻ അത് ശക്തമാകും. മഹാത്മാക്കളോടുള്ള ഈമാൻ, മഹാത്മാക്കളുടെ മദ്ഹ് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ അത് ശക്തമാകും. അതൊരു കാര്യമാണ്. അപ്പൊ ആ ഈമാൻ ശക്തമാകുമ്പോ അതിന്റെ ഗുണനിലവാരം അവനക്ക് ലഭിക്കും. ഇതാണ് അതിന്റെ ഒരു വശം. ഇങ്ങനെ ഏത് മാലയും മൗലിദും എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ നടത്തുക എന്നതിന്റെ പരിധിയിലാണ് പെടുക. അതല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസോ ഒരു വചനമോ നമുക്ക് കാണാൻ കഴിയുകയും ഇല്ല. മുജാഹിദുകൾ ഇതുപോലെ അവരുടെ നേതാക്കൾ മരണപ്പെട്ടപ്പോ അവർ ചൊല്ലിയ മാലകളും മൗലിദുകളൊക്കെ വളരെ കൂടുതലുണ്ട്. ചെല്ലുമ്പോഴേക്ക് സമയം വൈകും എന്നതുകൊണ്ടാണ്. അവര് നോക്കൂ, നിങ്ങൾ ഉമർ മൗലവി മരണപ്പെട്ടപ്പോ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്.
ഉമർ മൗലവി മരണപ്പെട്ടപ്പോ അവർ ചൊല്ലിയത് എന്താ? സ്വർഗത്തിലേക്കു ഉദിച്ചഹോ ചേതന, വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി മരിച്ചപ്പോ മൂപ്പർ പോയത് തന്നെ നേരെ സ്വർഗത്തിലേക്കാണ്. നോക്കുങ്ങൾ, വല്ലാത്തൊരു സംഗതി തന്നെ. ഇതൊക്കെ അവരുടെ മാലയിലുള്ളതാ. ഞാൻ അതിന്റെ വരികൾ ചോദ്യകർത്താക്കളോട് വന്നതുകൊണ്ട് ഞാൻ ആ വരികൾ നീട്ടുന്നില്ല. MCC മൗലവിയെ കുറിച്ച് അവരെഴുതിയ മലയാളത്തിൽ മുജാഹിദുകളുടെ ഒന്നാമത്തെ സ്മാരക ഗ്രന്ഥമാണ്, സ്മരണികയാണ് MCC മൗലവി. അയാളെ കുറിച്ച് പറയുന്നതല്ല എന്തൊക്കെയാണ്, അത് വായിക്കുമ്പോഴേക്ക് നേരം വൈകും. MCC മൗലവി മരിച്ചപ്പോ എന്തു കഷ്ടം കേരളത്തിൻ പൊൻവിളക്കാണഞ്ഞോ, എവരുമേ വൻ തമസ്സിൽ പെട്ടിതാവാലഞ്ഞോ. MCC മരിച്ചപ്പോഴേക്ക് കേരളം ഒന്നാകെ തമസ്സിലാണ്, ഇരുട്ടിലാണ് എന്നാ പറയുന്നത്. അതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആ MCC മൗലവി മരണപ്പെട്ടപ്പോ മൂപ്പരെ സ്വീകരിക്കാൻ പോയത് ആരൊക്കെയെന്നറിയങ്ങള്? അവരുടെ ഗുരുനാഥനായിരുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളിൽ പെട്ടിരുന്ന കേട്ടോ വന്യപൂർവീക മഹാന്മാർ ചേർന്നു നൽകിയതെല്ലാം ജ്ഞാന സിന്ധു ഹാജി കുഞ്ഞഹമ്മദ് നിജാപിതാവും. നമ്മുടെ ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ സീതി സാഹിബ് ജ്ഞാനമോദം സീതി സാഹിബ് വിശ്രുദാനേതാവും നൂനമേ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദു താനും. മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, അതുപോലെ ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, KM സീതി സാഹിബ്, പിന്നെ വക്കം മൗലവി, നേരിൽ വക്കം മൗലവിയും, അങ്ങനെ ഇവരെല്ലാം കൂടിയാണ് ഇയാള് മരിച്ചപ്പോ ഇയാള് ബർസഖി ലോകത്ത് സ്വീകരിക്കാൻ പോയത് എന്ന ആശയമുള്ള വരികളൊക്കെ MCCയെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മാലയിൽ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പാടി സമയം കളയുന്നില്ല, ചോദ്യകർത്താക്കൾ ഇവിടെ വന്നത് കൊണ്ട് ആ ഭാഗം ഞാൻ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം, മാലകളും മൗലിദുകളും ഒക്കെ അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇന്നയാളുടെ ഇന്ന മാലകൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ ഒരു ഹദീസ് അങ്ങനെ ഇല്ല, അങ്ങനെ വേണ്ടതും ഇല്ല എന്നാണ് പറഞ്ഞതാണ്.